ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഈ മഹത്തായ ശുശ്രൂഷയുടെ അവസാന സ്റ്റേജിലേക്ക് വരുവാൻ തക്കതിനൊന്നും അവിടെ നൽകിയ എല്ലാ കൃപകൾക്കായിട്ടും കരുണകൾക്കായിട്ടും അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുവാൻ എത്തിയിരിക്കുന്ന എൻ്റെ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അവരെ സഹായിക്കണമേ. ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളെയും അവിടുത്തെ ഓമനക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഒരു കേടുപാടും കർത്താവെ കുറവും സംഭവിക്കാനിടയാതെ ഏറ്റവും മനോഹരമായി അനുഗ്രഹപ്രദമായി ഇതൊക്കെ റെക്കോർഡ് ചെയ്യുവാനും സംപ്രേഷണം ചെയ്യുവാനും അവിടുന്ന് സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷകൾ വീക്ഷിക്കുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാനും ദൈവവചനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും അനേകർക്ക് പകർന്നു കൊടുക്കുവാനും എൻ്റെ മക്കളായിരിക്കുന്ന സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും സ്ഥാനങ്ങളും അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങിലുമായിക്കൊണ്ട് ഈ ശുശ്രൂഷ പന്ന് സഹായിക്കണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ആം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ക്രൗൺ 23 മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൻ്റെ ഫൈനൽ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ഫൈനൽ സ്റ്റേജായ സിയോൺ റൗണ്ടിലേക്ക് മത്സരാർത്ഥികളായ നിങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വളരെ വ്യത്യസ്തതയുള്ള റൗണ്ടുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വ്യത്യസ്തത എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടുണ്ടാവും. ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ട് പുതിയ റൗണ്ടാണ്. നമ്മൾ ഓരോ സ്റ്റേജിലും ഓരോ പുതിയ റൗണ്ട് ഉൾപ്പെടുത്തുമ്പോൾ നേരത്തെ അറിയിച്ചിരുന്നത് പോലെ ക്രിസ്ത്യൻ ഹിസ്റ്ററിയുടെ റൗണ്ട് പ്രത്യേകമായിട്ട് ഇതിലുണ്ടാവും. ഓൾറൈറ്റ്, ഓരോ റൗണ്ടിൻ്റെയും പ്രത്യേകതകൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. തയ്യാറാണോ? റെഡി? വെരി ഗുഡ്. So the first round is the Old Testament round. ആളാം പ്രതി 2 ചോദ്യം വീതമായിരിക്കും ഉണ്ടാകുന്നത്. റൈറ്റ്? ശരിയായ ഉത്തരത്തിന് 5 മാർക്ക് ലഭിക്കും. തെറ്റായ ഉത്തരത്തിന് -1 മാർക്ക്. ഉത്തരവൊന്നും പറയാതെ മിണ്ടാതിരുന്നാൽ 1 മാർക്കും ലഭിക്കുകയുമില്ല, നഷ്ടമാകുകയുമില്ല. റൈറ്റ്? സിഗ്സാഗാണ്. 1 2 3 4 5 6. റൈറ്റ്? അതായിരിക്കും നമ്മുടെ പാറ്റേൺ. ഓൾ റൈറ്റ്? It will start with Jolly Jaykumar. Okay. Next round is the New Testament round, starting with Bina Joseph. Same principle. 1 2 3 4 5 6. 2 ചോദ്യം വീതം ഓരോരുത്തരും മറുപടി നൽകണം. ഒന്നിച്ചല്ല, അങ്ങോട്ട് പോയ ശേഷം തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ ആലോചിക്കാൻ റിഫ്രഷ് ചെയ്യാനുമായിട്ടാണ്. All right? Yes. And the third one is Christian focus round, starting with Roshi Thomas. Again 6 questions. All right, that means 2 each. Positive 5 marks, negative is 1 mark. All right. അടുത്തതായിട്ട് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. ഈ ചോദ്യങ്ങളിൽ 6 ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് ബൈബിൾ ബമ്പർ റൗണ്ടിൽ 3 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 2 marks ഈച്ച് 3 questions. കാരണം നാം നേരത്തെ 5 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഇന്ന് നമ്മുടെ 2 റൗണ്ടുകളിലും 6 ചോദ്യങ്ങളല്ല, 18 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. മറ്റെല്ലാ റൗണ്ടും 3 ചോദ്യങ്ങളേ ഉള്ളായിരുന്നു. സോ only 3 questions for the Bible Bazaar round. Right? അവസാനമായിട്ട് ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ടാണ്. ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ടിൽ 6 ചോദ്യങ്ങളുണ്ട്. That again will start with Jolly Jaykumar, 3 questions.
another 3 questions for you. Right? ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടും ഈ ക്രൗൺ ആർക്ക് കൊടുക്കണമെന്നറിയാൻ വയ്യാത്ത ഒരു പരിതസ്ഥിതിയിൽ എത്തുകയാണെങ്കിൽ ഇതുവരെയും കഴിഞ്ഞ 8 സ്റ്റേജുകളിലായി ഞാൻ കൊണ്ടു നടന്ന ബൈബിൾ ബോംബ് ഇന്ന് ഞാൻ പൊട്ടിക്കും. എന്നിട്ടായിരിക്കും വിജയെ കണ്ടെത്തി ക്രിസ്ത്യൻ ക്രൗൺ 23 സമ്മാനിക്കുന്നത്. ഓൾറൈറ്റ്, സമ്മതമാണോ? താങ്ക് യു സോ മച്ച്. ഓൾ ഓഫ് യു ആർ കോഓപ്പറേറ്റിംഗ്. താങ്ക് യു. ജോളിക്ക് വല്ല സംശയമുണ്ടോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ബീന? ഇല്ല. യു ആർ റെഡി, വെയിറ്റിംഗ് ഫോർ ദ ക്വസ്റ്റ്യൻസ്. നാച്ചുറൽ. ഓൾറൈറ്റ്, നമ്മുടെ സ്കോർ കീപ്പേഴ്സിനെ പരിചയപ്പെടുത്തുകയാണ്. സ്കോർ കീപ്പറായിട്ടും ഇതിൻ്റേതായിട്ടുള്ള ജഡ്ജായിട്ടും ഒക്കെയും പ്രവർത്തിച്ച എൻ്റെ പ്രിയ ഭഗ്നിയും കൂട്ടുവേലക്കാരിയും ഈ ശുശ്രൂഷകളോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട രാജിയെ ഈ സമയത്ത് ഈ ഫൈനൽ എപ്പിസോഡിലേക്ക് കർത്താവ് സ്വാഗതം ചെയ്യും. നെക്സ്റ്റ് ഈസ് മിസ്സസ് ലീന എലിസബത്ത്. ഷി ഹാസ് കം ഓൾ ദ വേ ഫ്രം ദുബായ് വിത്ത് ഹസ്ബൻഡ് മിസ്റ്റർ റീസ ഡോൾ. ഷി ഹാസ് ഗ്രോൺ അപ്പ് ഇൻ ദ ഫെലോഷിപ്പ്. ഈ ചെറുപ്പത്തിൽ എൻ്റെ മക്കളുടെ വളർന്ന കുട്ടിയാണ്. എൻ്റെ വീടിന് തൊട്ടടുത്താണ് ദുബായിൽ താമസിച്ചിരുന്നത്. ഈ ശുശ്രൂഷകൾ വളരെ സജീവമായിട്ടാണ് റീസയും ലീനയും പ്രവർത്തിക്കുന്നത്. എന്നോടൊപ്പം ആരംഭിച്ച നാൾ മുതൽ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ അതേ വൈശിഷ്ട്യമാണ് മകളായ ലീനയിൽ ഞാൻ കാണുന്നത്. സോ വെൽക്കം ലീന, ഇൻ ദ നെയിം ഓഫ് ജീസസ്, റൈറ്റ്? ആൻഡ് ഓൾസോ വെൽക്കം റീസ, വെർ എവർ യു ആർ ഇൻ ദിസ് ക്രൗഡ്. All right? All right. Next is the audience. ഇവിടെയുള്ളവരും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നത് വീക്ഷിക്കുന്നവരുമായ എല്ലാവരെയും കർത്തൃനാമത്തിൽ ഈ സിയോൺ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അനേകര് പല എപ്പിസോഡുകൾ കണ്ടിരിക്കും, പല സ്റ്റേജസിലൂടെ കടന്നു പോയിരിക്കും. ഇന്ന് അവസാന സ്റ്റേജിലേക്ക്, സിയോൺ റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ എളിയ ശുശ്രൂഷ നിമിത്തം കർത്താവിനെ കണ്ടെത്തുവാനോ ജീവിതത്തിലെ പുതിയ അനുഭവങ്ങൾ പങ്കിടുവാനോ ദൈവവചനത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കുവാനോ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ ഞങ്ങളുടെ ഈ സംരംഭം ധന്യമായി. ഇന്നത്തെ ഈ അവസാന എപ്പിസോഡിൽ നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയും ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി തീരുവാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ചെയ്യുന്നു. ആ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. റെഡി? അവസാന റൗണ്ടിലെത്തിയിരിക്കുന്ന ഈ സഹോദരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ അനേക അപേക്ഷകളിൽ നിന്ന് 112 പേരെ തിരഞ്ഞെടുത്ത് ആദ്യഘട്ടം മുതൽ മത്സരിച്ചാണ് ഇന്ന് ഈ 3 പേരായിട്ട് ഇവരിവിടെ നിൽക്കുന്നത്. വ്യത്യസ്തതയുള്ള വിഭിന്നങ്ങളായ അനേകം മത്സരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്ത്യൻ ക്രൗണിന് അർഹമായവരെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിയോഗത്താൽ ഞാൻ നിർബന്ധിതനായത്. പല ക്വിസ് പ്രോഗ്രാംസ് കേരളത്തിൽ നടക്കുന്നുണ്ട്. 100 കണക്കിന് ക്വിസ് പ്രോഗ്രാംസ് ഉണ്ടാവും. സൺഡേ സ്കൂൾ തലം തൊട്ട് സഭാതലങ്ങളിലൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഘടനയും സമീപനവുമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിയോഗത്താൽ ബലഹീന ഞാൻ നടത്തുന്ന ശുശ്രൂഷകളുള്ളത്. അത് അവരൊക്കെയും സമ്മതിച്ചിരിക്കുന്ന കാര്യവുമാണ്. അപ്പോൾ ഈ 112 പേരിൽ നിന്ന് നാം എലിമിനേറ്റ് ചെയ്ത് അവസാനം വളരെ കഠിനമായ മത്സരങ്ങളിലൂടെ തന്നെയാണ് അവർ ഈ ലാസ്റ്റ് റൗണ്ടിൽ വന്നിരിക്കുന്നത്. അവരെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ്. എൻ്റെ പേര് ജോളി ജയകുമാർ. തിരുവനന്തപുരം ജില്ലയിൽ പിരപ്പൻകോട് എന്ന സ്ഥലത്തു നിന്ന് ഞാൻ വരുന്നു. എൻ്റെ ഹസ്ബൻഡ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു പാസ്റ്ററാണ്. എനിക്ക് 2 ആൺമക്കൾ. ഞങ്ങൾ കുടുംബമായി ശുശ്രൂഷയിലായിരിക്കുന്നു. ഈ ബൈബിൾ ക്വിസ് പങ്കെടുത്ത് എൻ്റെ ഒരു പുതിയ അനുഭവമായിരുന്നു. അത് ജീവിതത്തിലുടനീളം ഇനിയും പുതിയ മേഖലകളിലേക്ക് എനിക്ക് കാൽച്ചുവടുകൾ വയ്ക്കുവാനുള്ള ഒരു സംരംഭമായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ ഫൈനലെത്തിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷത വഹിച്ച പ്രിയ സാറിനും ഫാമിലിക്കും ജഡ്ജസിനും ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ശുശ്രൂഷയിലായിരിക്കും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ ഓർത്തഡോക്സ് അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് വരുന്ന അപ്പോസ്റ്റൽ സഭകൾ വരുമ്പോൾ അത് ഈ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സഭയെ പ്രവർത്തിക്കുന്നതാണോ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? 2 വ്യത്യസ്തതയുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ദൈവ വേല ചെയ്യാണ്, കർത്താവിൻ്റെ വേല ചെയ്യുന്നു. വെരി ഗുഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വേല. യെസ്, മിസ്റ്റർ റോഷി തോമസ്. എൻ്റെ പേര് റോഷി തോമസ്. ഞാൻ അടൂര് പരുത്തപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഒരു കോളേജ് അധ്യാപകനായി വർക്ക് ചെയ്യുന്നു. വൈഫും ഒരു മകളുമുണ്ട്. ഈ ഒരു ബൈബിൾ ക്വിസിൽ
തുടക്കം മുതൽ പങ്കെടുത്ത് ഈ ഫൈനൽ സ്റ്റേജിലെത്താൻ ദൈവം സഹായിച്ചു. അതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം നടത്തുന്ന ദൈവദാസനെയും കുടുംബത്തെയും ഇതിൻ്റെ സംഘാടകരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. എനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട്. 12 വർഷം മുമ്പ് ബൈബിൾ യജ്ഞം പ്രശ്നോത്തരി നടത്തുമ്പോൾ അന്ന് അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരുന്നു. അന്ന് അതിൽ വന്ന് പങ്കെടുത്ത് സമ്മാനം ലഭിച്ച തേർഡ് പ്രൈസ് വാങ്ങി അന്നൊരു കൊച്ചു പയ്യനായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ ഞാൻ കാണുമ്പോൾ അദ്ദേഹം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യും. അന്നത്തെ ആ ദർശനം താങ്കൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. സോ വെൽക്കം. യെസ്, ബീന ജോസഫ്, ഫോർ ദ ഫസ്റ്റ് ടൈം യു ആർ കമ്മിങ്, റൈറ്റ്? യെസ്, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ബീന ജോസഫ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ചെറിയോണി സ്വദേശിയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് വിളപ്പിൽ സഭയിലെ മെമ്പറായി തുടരുന്നു. അതുപോലെ എനിക്ക് ഹസ്ബൻഡും 2 പെൺമക്കളാണുള്ളത്. എനിക്കും ഈ ഫൈനലിൽ എത്തിച്ചേരാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സാറിനും കുടുംബത്തിനും അതുപോലെ ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കും. സോ ഷാൽ വി സ്റ്റാർട്ട് ദെൻ? Right? So here we go. The first question goes to Jolly Jayakumar. Ready? തിരുവചനത്തിൽ ആദ്യമായി ഒരു ശുശ്രൂഷക്കാരിയുടെ ശവസംസ്കാരം നടത്തിയത് എവിടെ, ആരുടേത്, എന്തു പേരിട്ടു? ഇതിന് 3-part question ആണ്. So each part will carry 2 marks. I will tell you after each part. Okay, Lina? Right. Okay. Yes, Jolly. സാറയുടെ Yes, -1 mark straight away. Next, Roshi. റിബേക്കയുടെ ധാത്രിയായ Ah. ദബോരെ അടക്കി അല്ലോൻ ബാഖൂത്ത് അല്ലെങ്കിൽ വിലാപവൃക്ഷം എന്ന് പറയുന്ന കരുവേലകത്തിന്റെ ചുവട്ടിൽ അടക്കിയത് ഏത് സ്ഥലം? കരുവേലക വൃക്ഷം എവിടെയായിരുന്നു? ഹെബ്രോൻ, ബഥേൽ. സോ ഫസ്റ്റ് ചാൻസ് പോയി. അപ്പോൾ 4 മാർക്കേ ഉള്ളൂ. 4 മാർക്കിൻ്റെ ബാക്കിയുള്ളതിൽ ഒരു കാതലായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കൊല്ലം എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും അല്ലേ? എനിവേ, ഐ ഗിവ് യു 3.5 marks for that. 3.5 marks for Mr. Roshi. Right. Roshi, the second question to you. ശലോമോന്റെ ആദ്യന്തമുള്ള വൃത്താന്തങ്ങൾ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? എന്നെ വിഷമിപ്പിക്കരുത്. ചോദ്യം ഒരിക്കലേ ഞാൻ പറയുള്ളൂ. പിന്നെ റോഷിയോടുള്ള സ്നേഹം പ്രമാണിച്ച് ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ ആരും എന്നെ രണ്ടാമത് ക്വസ്റ്റ്യൻ പറയിപ്പിക്കരുത്. കാരണം ഒരു ക്വിസ് കോമ്പറ്റീഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ്. ഞാൻ ഐ ടെൽ യു. ബീന കേട്ടായിരുന്നോ? കേട്ടു. ഇനി വൺസ്. ശലോമോന്റെ ആദ്യന്തമുള്ള വൃത്താന്തങ്ങൾ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? Pass. Yes, Bina. Pass. Yes, Jolly. Pass. No minus mark, no plus mark. The question goes to the question bank. You want to have the answer? Answer വേണോ? തീർച്ചയായിട്ടും. നാഥാൻ പ്രവാചകന്റെ വൃത്താന്തങ്ങളിലും ശീലോന്യനായ അഹിയാവിൻ്റെ പ്രവചനത്തിലും ഇദ്ദോ ദർശകന്റെ ദർശനങ്ങളിലുമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 ദിനവൃത്താന്തം 9-ാം അധ്യായം 29-ാം വാക്യത്തിൽ അതുണ്ട്. റൈറ്റ്? 2 Chronicles 9:20. Okay, Johnny? Right. Now for you, Bina. ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്ന രാഗത്തിൽ ദാവീദ് രചിച്ചത് ഏത് സങ്കീർത്തനം എവിടെ വെച്ച് രചിച്ചു? 56-ാം സങ്കീർത്തനം. 56-ാം സങ്കീർത്തനം ശരിയാണ്. ഗുഹയിലായിരുന്നപ്പോൾ തെറ്റാണ്. സോ യു സിംപ്ലി ഗെറ്റ് 56-ാം സങ്കീർത്തനം പറഞ്ഞ ഒരു മറുപടിയെ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ചാൻസ് ജോളിക്കാണ്. എന്തോ ഗത്തിൽ വെച്ച് സാഹചര്യം എന്താ ജോളി പറയും? ഫെലിസ്ത്യർ തന്നെ പിടിച്ചപ്പോൾ. യെസ്, ഉത്തരം ശരിയാണ്. ബീന ജോസഫ് ഗെറ്റ്സ്
2 മാർക്സ്. 56 സങ്കീർത്തനം. ബാക്കിയുള്ള മാർക്ക് 3 ആണ്. അതിലൊരു മാർക്ക് പോകും, കാരണം സെക്കൻഡ് റൗണ്ട്. ആൻഡ് ആ സെക്കൻഡ് റൗണ്ടിൽ -1 പോയിട്ട് എത്ര മാർക്ക് കിട്ടണം? 2 മാർക്ക്. ഓക്കെ, റൈറ്റ്. സോ 2 മാർക്സ് ഫോർ ജോളി ആൻഡ് 2 മാർക്സ് ഫോർ ബീന ജോസഫ്. റൈറ്റ്. സോ ദാറ്റ് എൻഡ്സ് the 3 questions. ഇനി രണ്ടാമത്തെ ലാപ്പാണ്. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ബീന ജോസഫ്. ലിവ്യാഥാൻ തിരുവചനത്തിൽ എത്ര പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? എവിടെയെല്ലാം? സങ്കീർത്തനത്തിലും ഇയ്യോബിൻ്റെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പ്രാവശ്യം എന്നറിയില്ല. അറിയില്ല. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. അടുത്ത ചാൻസ് ഞാൻ മിസ്റ്റർ റോഷി തോമസ് നൽകുകയാണ്. ആ മറുപടി തന്നെയാണ്. വെരി ഗുഡ്. ജോളിക്കും ആ മറുപടി തന്നെയാണ് അല്ലേ? അപ്പോൾ സങ്കീർത്തനം എന്ന് പറയുന്ന പറഞ്ഞു, ജോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞു. റൈറ്റ്. വെൽ, 5 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ ഇൻഫർമേഷൻ. 2 മാർക്ക് ബീന ജോസിന് കൊടുക്കുക, സങ്കീർത്തനം എന്ന് പറഞ്ഞതുകൊണ്ട്. രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ ഇതാണ്: ഇയ്യോബിൻ്റെ പുസ്തകം, സങ്കീർത്തനത്തിൽ 2 പ്രാവശ്യം, യെശയ്യാ പ്രവചനത്തിൽ 2 പ്രാവശ്യം. എഴുതിക്കോ. ഓൾറൈറ്റ്. റെഡി ജോളി? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം റോഷി തോമസിനോടാണ്. റെഡി? തിരുവചനത്തിൽ പേര് പറഞ്ഞിരിക്കുന്ന ഏക മിസ്രയീം രാജ്ഞി ആരാണ്? Exactly the right answer. 5 marks for Roshi Thomas. It's a very tough question. Tahpenes. Reference വേണോ? Right. Note it down. And the last question in the Old Testament round goes to Joliet Jaykumar. ഇസ്രായേൽ മക്കളെ കനാൻ യാത്രയിൽ മോശയും അഹ്റോനോടുമൊപ്പം മിരിയാമും നയിച്ചിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന പഴയ നിയമ പുസ്തകം ഏതാ? പുറപ്പാട്. -1 for Jolly Jaykumar. Next chance is for Beena Joseph. Tell me. മീഖ. ഉത്തരം വളരെ ശരിയാണ്. So she gets 4 marks. Alright? So that brings us to the close of the Old Testament round. Will you please give the marks? Mrs. Jolly Jaykumar nil. Mrs. Jolly Jaykumar nil. Mr. Roshi Thomas 8.5. Mr. Roshi Thomas 8.5. And Mrs. Beena Joseph 8. And Mrs. Beena Joseph 8. Here we go to the New Testament round. Scorekeepers ready? Yes. The first question goes to Beena Joseph. Very simple question. തൻ്റെ പ്രാണന് വേണ്ടി കഴുത്ത് വെച്ചു കൊടുക്കാമെന്ന് പൗലോസ് പറയുന്നത് ആരെക്കുറിച്ചാണ്? അക്വിലാസും പ്രിസ്കില്ലയും. Yes. 5 marks for Beena Joseph. The second question to Roshi Thomas. യേശു ശബത്തിൽ എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു? അവയിൽ ദേവാലയത്തിന് പുറത്തു വെച്ച് പ്രവർത്തിച്ചത് ഏത് അത്ഭുതങ്ങൾ? ശബത്തിൽ 7 അത്ഭുതങ്ങൾ. ശബത്തിൽ 7 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. വളരെ ശരിയാണ്. You get 2 marks for that. പത്രോസിന്റെ അമ്മായിമ്മയെ സൗഖ്യമാക്കി. പത്രോസിന്റെ അമ്മായിമ്മയെ സൗഖ്യമാക്കി. ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കി. അത്രേ അറിയത്തുള്ളൂ. 7 അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞത് ശരിയാണ്. 2 അത്ഭുതവും പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2 എണ്ണം പറഞ്ഞ സ്ഥിതിക്ക് 3.5 മാർക്ക് കൊടുക്കുക. 3.5 മാർക്സ്. ബാക്കി 2 എണ്ണം ഞാൻ ജോളി ജയകുമാറിന് വിട്ടുകൊടുക്കുകയാണ്. പിറവിയിലെ കുരുടൻ. ഉത്തരം വളരെ ശരിയാണ്. യെസ്. വേറെ അറിയാം, ജോളിക്ക് അറിയാം. പറയൂ. യെസ് ബീന. കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കി.
-1 മാർക്ക് ഫോർ ബീന. പള്ളിക്കകത്ത് വെച്ചില്ലോ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയത്. -1 മാർക്ക് ഫോർ ബീന. ഇങ്ങനെ തന്നെ തെറ്റിക്കരുത്. -1 മാർക്ക്. ജോളി പറഞ്ഞത് ശരിയാണ്. 1.5 മാർക്കിൽ 3/4 മാർക്ക് കൊടുക്കുന്നില്ല. പോട്ടെ. സോ 1 മാർക്ക് ഫോർ ജോളി ജയകുമാർ. മഹോദരമുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയില്ലേ? മഹോദരമുള്ള മനുഷ്യനെ ആണോ റോഷി? അത് മറന്നുപോയോ? സാരി, ദാറ്റ്സ് ഓക്കെ. എന്തായാലും മാർക്ക് കിട്ടിയല്ലോ. അടുത്തതായിട്ടുള്ളത് 3-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓൾറൈറ്റ്. യേശു നിരപരാധിയാണെന്ന് എത്ര പേർ പറഞ്ഞു? എത്ര സ്ത്രീകൾ, എത്ര പുരുഷന്മാർ? 6 പേർ പറഞ്ഞു. 6 പേർ പറഞ്ഞു. ഉത്തരം വളരെ ശരിയാണ്. 1 സ്ത്രീ 5 പുരുഷന്മാർ. 1 സ്ത്രീ 5 പുരുഷന്മാർ. ആ 1 സ്ത്രീ ആരാണ്? പീലാത്തോസിന്റെ ഭാര്യ. വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ജോളി ജയകുമാർ. റൈറ്റ്. അടുത്ത ചോദ്യം ജോളിയോടാണ്. ക്വിക്ക് ബാക്ക്. റൈറ്റ്. ക്രിസ്ത്യാനി എന്ന പദം ബൈബിളിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഏതെല്ലാം പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്? 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ 2 പ്രാവശ്യവും. അപ്പോസ്തല പ്രവൃത്തിയിൽ 2 പ്രാവശ്യവും. 1 പത്രോസിൽ 1 പ്രാവശ്യവും. 1 പത്രോസ് 1 പ്രാവശ്യം. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ജോളി ജയകുമാർ. റോഷി, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം ഏത് പുസ്തകത്തിലാണ്? സങ്കീർത്തനങ്ങൾ. -1 മാർക്ക് ഫോർ റോഷി തോമസ്. യെസ് ബീര. ഉൽപ്പത്തി പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-15 വാക്യം. വളരെ ശരിയായ മറുപടിയാണ്. കറക്റ്റ് ആൻസർ. സോ യു വിൽ ഗെറ്റ് 4 മാർക്സ് ഫോർ ദാറ്റ്. ഓൾറൈറ്റ്. 4 മാർക്സ് ഫോർ ബീന ജോസഫ്. ഇപ്പോൾ അടുത്ത ചോദ്യം ബീനയോടാണ്. ദാറ്റ് ബ്രിങ്സ് us to the close of the New Testament round. റൈറ്റ്. വളരെ ശ്രദ്ധിക്കണം. ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. റെഡി? അഥവാ താഴോട്ട് ഇങ്ങനെ ഒന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഓൾറൈറ്റ്. പറയട്ടെ. കർത്താവിനോടൊപ്പം ഇടത്തും വലത്തും ക്രൂശിക്കപ്പെട്ട കള്ളന്മാരുടെ പ്രതികരണം ഓരോ സുവിശേഷവും രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ബീന ജോസഫാണ് മറുപടി പറയേണ്ടത്. 4 സുവിശേഷങ്ങളുണ്ട്. 4 സുവിശേഷങ്ങളിലും എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഓരോ സുവിശേഷത്തിൻ്റെ പേരും പറഞ്ഞു പറയണം. ജോളി ജയകുമാർ. ജോഷി, പൂർണ്ണമായിട്ട് അറിയാത്തതുകൊണ്ടാണ് പാസ് പറയും. പൂർണ്ണമായിട്ട് അറിയെങ്കിലും ഭാഗികമായിട്ട് അറിയാമെന്നങ്ങ് പറഞ്ഞേക്കണം. 1/2 മാർക്ക് കിട്ടുകയാണെങ്കിൽ എത്രയായില്ലേ? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 2 കള്ളന്മാരും അവനെ നിന്ദിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2 കള്ളന്മാരും അവനെ നിന്ദിച്ചു. ഉത്തരം വളരെ തെറ്റാണ്. -1 മാർക്ക്. ഇനിയും വല്ലതും പറയാനുണ്ടോ? ജോളിക്ക് വല്ലതും പറയാനുണ്ടോ? ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷത്തിൽ 2 കള്ളന്മാരും യേശുവിനെ നിന്ദിച്ചു. മർക്കോസിന്റെ സുവിശേഷത്തിൽ 2 കള്ളന്മാരും യേശുവിനെ നിന്ദിച്ചു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരുവൻ നിന്ദിച്ചു, മറ്റവൻ ബീന പറഞ്ഞത്. എന്തോ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തോളണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനൊരു സംഭവം രേഖപ്പെടുത്തി. ഓൾറൈറ്റ്, നോട്ട് ചെയ്തല്ലോ. ഗുഡ്. So that brings us to the close of the New Testament round. Will you please announce, Ms. Lena? Jolly J. Kumar at 11 marks. Jolly J. Kumar has 11 marks. Roshi Thomas at 1.5 marks. Roshi Thomas has 1.5 marks. And Beena Joseph at 8 marks. And Beena Joseph has 8 marks. Right? Now we go to the Christian focus round. Everything about Christian history, Bible history, and the Bible. Ready? So here we go to the Christian focus round, and the first question will be answered by
റോഷി തോമസ്. സ്വർഗത്തിൽ നടന്ന യുദ്ധത്തിൽ മീഖായേലും അവൻ്റെ ദൂതന്മാരും പടവെട്ടിയ മഹാസർപ്പത്തെ വിവരിക്കുക. പാസ്. യെസ് മിസസ് ബീര. പാസ്. പാസ്. യെസ് മിസസ് ജോളി ജയകുമാർ. സഹോദരന്മാരെ രാപ്പകൽ ദൈവസനയിൽ കുറ്റം പറയുന്ന മൈനസ് 1 മാർക്ക് ഫോർ ജോളി ജയകുമാർ. എൻ്റെ ചോദ്യം, സ്വർഗത്തിൽ നടന്ന യുദ്ധത്തിൽ മീഖായേലും അവൻ്റെ ദൂതന്മാരും പടവെട്ടിയ മഹാസർപ്പത്തെ വിവരിക്കാനാണ് പറഞ്ഞത്. അവന് തീ നിറമായിരുന്നു, 7 തലകളുണ്ട്, 10 കൊമ്പുകളുണ്ട്, തലയിൽ 7 രാജമുടികളുണ്ട്. റൈറ്റ്. സോ Mrs. Jolly gets minus 1 mark. There is no other minus mark because she withdrew. So again, I won't be repeating the question. Be sure about that. അടുത്തത് ബീനയുമായിട്ടാണ്. തിരുവചനത്തിൽ കരടിയുമായി ബന്ധപ്പെട്ട പരാമർശനങ്ങളുള്ള എത്ര പേർ ഉണ്ട്? അവർ ആരെല്ലാം? പാസ്. Pass. Yes. Next would be ജോളി ജയകുമാർ. ഒരാൾ. മൈനസ് 1 മാർക്ക്. യെസ് മിസ്റ്റർ റോഷി തോമസ്. 2 പേർ. 2 പേർ ശരിയാണ്. എലീശയും എലീശ ശരിയാണ്. ദാവീദും. റൈറ്റ്. സോ യു വിൽ ഗെറ്റ് 4 മാർക്സ്. റൈറ്റ്. നോബഡി എൽസ് ഗേവ് എനി ആൻസർ. ഇത് മാർക്ക് കുറയ്ക്കാനല്ല, ജസ്റ്റ് വാണ്ട് ടു നോ ആ സിറ്റുവേഷൻ എങ്ങനെയാണ്. ആ 2 സിറ്റുവേഷൻ ഒന്ന് പറയാൻ പറ്റുമോ? മാർക്കില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി, പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി. ദാവീദ് ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും ആ ആടിനെ പിടിക്കാനായിട്ട് കടന്നു വന്നു. ആടിനെ പിടിക്കാൻ കടന്നു വന്നു. ദാവീദ് അതിനെ കയറി പിടിച്ചു. അതിനെ 2നെയും കൊന്നുകളഞ്ഞു. യെസ്, ദാറ്റ്സ് വെരി ഗുഡ്. ആൻഡ് ദി നെക്സ്റ്റ് വൺ. എലീശ പ്രവാചകൻ യാത്ര ചെയ്യുമ്പോൾ 42 ബാലന്മാർ എലീശയെ മൊട്ടത്തലയ എന്ന് വിളിച്ചു പരിഹസിച്ചു. എലീശ മൊട്ടത്തലയ എന്ന് വിളിച്ചു. എലീശ അവരെ ശപിച്ചു. അപ്പോൾ 2 പെൺകരടി ഇറങ്ങി വന്ന് 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. So 4 marks for Mr. Roshi Thomas. The right answer, exact answer. Now the next question is to Jolly. Ready Jolly? Yes. ഒരു ലേവ്യൻ സ്വകാര്യ പുരോഹിതനായി ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആര്? മീഖാവ്. ഉത്തരം വളരെ ശരിയാണ്. She gets 5 marks for that. Next question. നീർക്കുതിര തിരുവചനത്തിലെ ഏത് പുസ്തകത്തിലൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നു? പാസ്. യെസ് മിസ്റ്റർ റോഷി. ഇയ്യോബ്. യെസ്, 4 marks for Roshi. Next one. റോഷിയോട് തന്നെയാണ്. ദാനിയേലിന് ബേൽഷസർ എന്ന് പേരിട്ടത് ആരാണ്? ഷണ്ണാധിപൻ ആണ്. ഞാൻ സമ്മതിക്കുന്നു. പേര് പറയും. അശ്പനാസ്. കറക്റ്റ്. ഇതന്നെ അറിയിക്കുന്നത്. അശ്പനാസ്. So 5 marks for Roshi Thomas. Right. And the last question to Beena Joseph. ശലോമോൻ പണിത യെരുശലേം ദേവാലയത്തിന്റെ പ്ലാൻ വരച്ച ശില്പി ആരാണ്? ദൈവമാണ്. എങ്ങനെയാ ദൈവമാണെന്ന് പറയുന്നത്? ഇപ്പോൾ ഏത് കാര്യം പറഞ്ഞാലും ദൈവമാണെന്ന് നമുക്ക് പറയാം. ആര് പറഞ്ഞു? ദൈവം മാതൃക കാണിച്ചു കൊടുത്തു. ആർക്ക് കാണിച്ചു കൊടുത്തു? ദാവീദിനാണ്. ഏത് പുസ്തകത്തിൽ അത് പറയുന്നു? അതറിയത്തില്ല. 1 ദിനവൃത്താന്തം 28:19 പറയുന്നുണ്ട്, ഈ പണിയുടെ മാതൃക യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതി എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. റൈറ്റ്. സോ ക്വസ്റ്റ്യൻ ബീനയ്ക്കായിരുന്നു. അതിൻ്റെ ഫുൾ മാർക്സ് ഇല്ല. 4 marks for Beena. Right? So there we come to the close of the Christian focus round. Will you please give the marks? Yes, will you please announce? Mrs. Jolly Jaykumar gets
3 marks. Mrs. Jolly Jaykumar gets 3 marks. Mr. Roshi Thomas 13. Mr. Roshi Thomas gets 13 marks. And Mrs. Beena Joseph 4. And Mrs. Beena Joseph gets 4 marks. Is that fine? Right. The next is Bible bumper. മൂന്ന് ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം. റൈറ്റ്, ബി റെഡി. റെഡി റെഡി. അഭിഷേക തൈലം ഉണ്ടാക്കുന്നതിനായി എന്തെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്? പറയൂ. ഒലീവ് എണ്ണ ശരിയായ മറുപടിയാണ്. 2 മാർക്സ് ഫോർ ജോളി. റെഡി. നിങ്ങൾ ബെല്ലടിച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ സമയമെടുക്കരുത്. കാരണം പിന്നീട് ആലോചിക്കാൻ സമയത്ത് ഉടനടി മറുപടി പറയണം. ഓൾറൈറ്റ്, ഓക്കെ. ആദ്യമായി ഒട്ടകത്തിൽ കയറി യാത്ര ചെയ്തതായി ബൈബിൾ വിവരിക്കുന്ന സ്ത്രീ ആരാണ്? സിപ്പോറ. എന്തോ? റിബേക്ക. എന്തോ? റെബേക്ക. റിബേക്ക. ആദ്യം സെപ്പാറ എന്ന് പറഞ്ഞു, രണ്ടാമത് റെബേക്ക എന്ന് പറഞ്ഞു. അതിലൊന്നും ഉറപ്പിയതേ. റിബേക്ക. ഉത്തരം വളരെ ശരിയാണ്. 2 മാർക്കാണ് റോഷി തോമസ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി ബീന? പെട്ടെന്ന് വേണം. ചുഴലിക്കാറ്റിൽ നിന്നും ദൈവത്തിന്റെ ശബ്ദം കേട്ട മനുഷ്യൻ ആരാണ്? ഏലിയാവ്. -1 മാർക്ക്. യെസ്, ബീന ജോസഫ്. യോബ്. റൈറ്റ് ആൻസർ. സോ ഷീ ഗെറ്റ്സ് 1 മാർക്ക്. സെക്കൻഡ് റൗണ്ട് ആയിട്ട് അതുകൊണ്ട്. സോ ദാറ്റ് ബ്രിങ്സ് us to the close of the Bible bumper round. Will you please give me the marks? Jolly J. Kumar at 2 marks. Yes, Jolly Jaykumar has 2 marks. Roshi Thomas at 1 mark. Roshi Thomas has 1 mark. And Beena Joseph again at 1 mark. And Beena Joseph again has 1 mark. So here we come to the Christian history round. ആദ്യമായിട്ടാണ് ഈ ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ട് നമ്മുടെ ഈ ക്വിസ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അവസാന സ്റ്റേജിലാണ്. അതിന് മുൻപൊക്കെ ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ട് അല്ലെങ്കിൽ ബൈബിൾ ഹിസ്റ്ററി റൗണ്ടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെ ചോദിച്ചിരുന്നു. എന്നാൽ ഡയറക്റ്റായിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇത് ഈ ഫൈനൽ സ്റ്റേജിലാണ്. എൻ്റെ ചോദ്യങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനുണ്ട്. ഞാൻ ഇതുപോലെയുള്ള ക്വിസ് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ ഒരു പ്രാവശ്യം പൊതുവായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ചില സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽപ്പെടുന്ന കാര്യമല്ല ചോദിച്ചത് ബ്രദർ, വേറെ സഭയിൽപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ശരിയാണ്, പക്ഷേ ക്രിസ്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് എല്ലാവരും അറിയണം. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഹിസ്റ്ററി മാത്രമേ വായിക്കത്തുള്ളൂ, എനിക്കറിയാമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശരിയായ കാര്യമല്ല. അതുകൊണ്ട് ആ ചോദ്യം അങ്ങനെ നിൽക്കട്ടെ. ഈ സാഹചര്യത്തിൽ നിങ്ങൾ 3 പേരും പെന്തക്കോസ്ത് സഭാ വിശ്വാസികളാണ്. ഇവിടെ 112 പേര് വന്നവരിൽ 12 സഭകളിൽപ്പെട്ടവർ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ എലിമിനേറ്റ് ചെയ്ത് വന്ന് നിങ്ങൾ 3 പേരും പെന്തക്കോസ്ത് വിശ്വാസികളാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു നിങ്ങളിൽ നിന്ന് കുറച്ച് പെന്തക്കോസ്ത് വിശ്വാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാം എന്ന് ഞാൻ ധരിച്ചു. അത് എല്ലാവർക്കും പ്രയോജനപ്പെടും. റൈറ്റ്. സോ ഇതിൻ്റെ ഘടന ഇങ്ങനെയാണ്. 3 ക്വസ്റ്റ്യൻസ് 1, 2, 3 ഡയറക്റ്റായിട്ട് ഉണ്ടാവും. എന്നിട്ട് അടുത്ത 3 ചോദ്യം തിരിച്ചു. റൈറ്റ്, അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, റൈറ്റ്. ജോളി, ലോകത്ത് ഇതം പ്രഥമമായി പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായതായി രേഖപ്പെടുത്തുന്നത് ഏത് വർഷം, ഏത് സ്ഥലത്ത്, ഏത് ശുശ്രൂഷയിൽ? ആയിരത്തി 1901 ശരിയാണ്. അമേരിക്കയിൽ ചാൾസ് പെർഹാമിൻ്റെ ബെഥേൽ ബൈബിൾ കോളേജിൽ ആഗ്നസ് ഓസ്മാൻ. അല്ല, അത് ഞാൻ ചോദിച്ചില്ല. ഏത് പള്ളിയിൽ, ഏത് സ്ഥലം? അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടെന്ന് പറയണം. ടെക്സസ്.
ഒന്നുകൂടെ ഓർത്തു പോയി. ബാക്കി രണ്ടും ശരിയാണ്. യെസ്, റോഷി ആ സ്ഥലം ഓർക്കുന്നുണ്ടോ? ഏത് സ്റ്റേറ്റാണ്? ഇല്ല. ബീന? ലോസ് ആഞ്ചൽസിൽ അസൂസ സ്ട്രീറ്റ്. -1 മാർക്ക്. കാൻസാസ്. കാൻസാസിലാണ് ഈ പറഞ്ഞത്, അമേരിക്കയിൽ. പിന്നെ അതിനൊരു പേരുണ്ടായിരുന്നു. അത് ഏത് ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പേരല്ല പറയുന്നത്, അതിൻ്റെ ശുശ്രൂഷ പേരുണ്ട്. എന്ത് പേരാണ് പറയുന്നത്? ആ ഉണർവ് യോഗത്തിന് അവിടെ ആദ്യമായിട്ട് നടക്കുമ്പോൾ അതിനൊരു പേരുണ്ടായിരുന്നു ശുശ്രൂഷ. സോ ഷീ കെയിം നിയർ അബൌട്ട് ഇറ്റ്. ബട്ട് രണ്ട് കാര്യം, മേജറായിട്ടുള്ള കാര്യങ്ങൾ, ശുശ്രൂഷയുടെ പേരില്ല, അതോടൊപ്പം സ്ഥലത്തിൻ്റെ പേര്. എനിവേ, ഷീ ഹാസ് ഗിവൻ മീ ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് 2 parts. So you can give her 2 marks. എൻ്റെ ഉത്തരം ഇങ്ങനെയായിരിക്കും. 1901 അമേരിക്കയിലെ കാൻസാസിൽ ടോപ്പിക്ക ഔട്ട് പോറിംഗ് എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിലാണ് ആദ്യമായിട്ട് താങ്കൾ പറഞ്ഞ ചാൾസ് പി പർഹാം ബൈബിൾ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിക്ക് ആദ്യമായി പെന്തിക്കോസ് അനുഭവം ഉണ്ടായത്. പെന്തിക്കോസ് എന്ന് പറയും അനുഭവം എന്ന് പറയുമ്പോൾ അന്യഭാഷയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഉണ്ടായി. Alright? Don't forget it. ടോപ്പിക്കോ എന്ന ടോപ്പിക്ക എന്ന് പറഞ്ഞാൽ TOPEK, ടോപ്പിക്ക ഔട്ട് പോറിംഗ് എന്നാണ് ആ നടന്ന ശുശ്രൂഷയുടെ പേര്. Alright, the next question for Roshi. ടോപ്പിക്ക അല്ലെങ്കിൽ ടോപ്പിക്ക ഔട്ട് പോറിംഗിൽ, ടോപ്പിക്ക ആത്മാഭിഷേക ശുശ്രൂഷയിൽ എന്താണ് സംഭവിച്ചത്? ആഗ്നസ് എന്ന പെൺകുട്ടി. ആഗ്നസ് എന്ന് പറയുമ്പോൾ ആഗ്നസ് മാത്രമാണ് പേര്, ഫുൾ നെയിം പറയണം. ഓക്കെ, പറ. എൻ്റെ മാർക്ക് കുറച്ചാൽ മതിയല്ലോ. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഓക്കെ, ആഗ്നസ് എന്ന പെൺകുട്ടിയെ കുറിച്ച് വേറെ എന്ത് പറയാനുണ്ട്? ഒന്നുമില്ല. റൈറ്റ്, ക്വസ്റ്റ്യൻ പാസ് ചെയ്യാണ്. അതിനു മുൻപ് 1.5 മാർക്ക് റോഷി തോമസ് കൊടുക്കുക. അന്യഭാഷ സംസാരിച്ച് തീർച്ചയായിട്ടും പെന്തിക്കോസിൻ്റെ അനുഭവം അതാണ്. റൈറ്റ്, ബാക്കി എന്തെങ്കിലും അതിനെക്കുറിച്ച് ചേർക്കാറുണ്ടോ മിസ്സസ് ബീനയ്ക്ക്? പൂർണ്ണമായ പേര് ആഗ്നസ് ഓസ്മാൻ. റൈറ്റ്, പൂർണ്ണമായ പേര് ആഗ്നസ് ഓസ്മാൻ എന്നാണ്. അസൂസ എന്നല്ല. വെരി നൈസ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. സോ യു വിൽ ഗെറ്റ് അനദർ 1.5 മാർക്സ്. ഓക്കെ, സുസൂയുടെ പേര് ഏതായിരുന്നു? ടോപ്പിക്ക. ഓൾറൈറ്റ്. So 1.5, because that is the second time you answer. That's why. Now, മൂന്നാമത്തെ ചോദ്യം താങ്കളോടാണ്. ഇത് 1901 നടന്ന കാര്യമാണ്. പെട്ടെന്ന് ഇത് വളർന്ന് വലുതാകുന്ന ഒരു വലിയ സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം എങ്ങനെയായിരുന്നു? എവിടെ വെച്ചാണ് ഇത് വളർന്നത്? ഏത് തീയതിയാണ്? അതിനെക്കുറിച്ചുള്ള വിവരണമാണ് ഞാൻ ബീനയിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. യെസ്, തുടർന്ന് ഇതിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു? ഏത് വർഷം, ഏത് ശുശ്രൂഷ നയിച്ചതാര്? ഇന്ത്യയിലും ഈ ഉണർവ് വ്യാപരിച്ചു. -1 മാർക്ക് ഫോർ ബീന ജോസഫ്. യെസ്, ജോളി, ഹാവ് ആൻ ആൻസർ? ഇല്ല, അതാണ് ബുദ്ധി. യെസ്, വാട്ട് അബൌട്ട് യു? 1906 അസൂസ സ്ട്രീറ്റിൽ വില്യം ജെ സൈമോറിന്റെ നേതൃത്വത്തിൽ വലിയ ക്രൂസേഡ് നടന്നു. അങ്ങനെ അവിടെയും ആത്മപകർച്ചയുണ്ടായി. ആ അനുഭവത്തിൽ നിന്ന് ലോകത്തിന്റെ അനേക രാജ്യങ്ങളിലേക്ക് അസൂസ സ്ട്രീറ്റ് ഫെസ്റ്റിവലിൽ നിന്ന് ആളുകൾ പോയി. പെന്തിക്കോസ്തിന്റെ വ്യാപനം ആരംഭിച്ചത് അവിടെ നിന്നാണ്. അത് ഇന്ത്യയും ഭാരതവും ഒന്നും ഇല്ലെന്ന്. ആ അസൂസ സ്ട്രീറ്റ് റിവൈവിൽ പങ്കെടുത്ത ഒരു വ്യക്തി ഭാരതത്തിൽ വന്നാണ് പിന്നീടുള്ള ശുശ്രൂഷകൾ ഇവിടെ ആദ്യമായിട്ട് പൂരയിൽ വന്നു. അത് വേറെ ചോദ്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരമെല്ലാം ആണ്. ശരിയാണോ ബീന? യെസ്. അതിനകത്ത് ഒരു ചോദ്യം എനിക്കുണ്ട്. താങ്കൾ അതിൻ്റെ ഡേറ്റ് ഓർമ്മിക്കുന്നുണ്ടോ? താങ്കൾ വർഷം പറഞ്ഞു, 1906 എന്ന് പറയുന്ന വർഷം ശരിയാണ്? ഇല്ല, ഓർമ്മ മറക്കരുത്. ഏപ്രിൽ 9 1906 ഏപ്രിൽ 9. ഒരിക്കലും പെന്തിക്കോസ്ത് ആരും മറക്കരുതാത്ത ദിവസമാണ്.
അതോടൊപ്പം തന്നെ അത് നടന്നത് കാലിഫോർണിയ സംസ്ഥാനത്താണ്. കാലിഫോർണിയ സംസ്ഥാനത്തിൽ അസൂസ സ്ട്രീറ്റ് ഫെസ്റ്റിവലിൽ വില്യം ജെ സെയ്മോർ എന്ന ആഫ്രിക്കൻ അമേരിക്കൻ നയിച്ച ശുശ്രൂഷയിലാണ് വലിയ ശക്തമായ പരിശുദ്ധാത്മാഭിഷേകത്തിൽ ജനങ്ങൾ ഓടിക്കൂടി ആഴ്ചകളോളം നീണ്ടു നിന്നു. അവിടുന്ന് ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിലേക്ക് പോയി. ഓൾറൈറ്റ്, സോ ദാറ്റ് വാസ് ഇറ്റ്. ജോളി ഒന്നും പറയാതെ വളരെ വിദഗ്ധമായിട്ട് പിന്മാറി. അവിടെ ഒരു മൈനസ് മാർക്കും ഇല്ല. റോഷി തോമസ് ആണ് ബാക്കി മറുപടി പറഞ്ഞത്. സോ ഹി ഗെറ്റ്സ് 4 മാർക്സ് സെക്കൻഡ് റൗണ്ട്. ഓൾറൈറ്റ്, ഇനിയും ഉള്ള ചോദ്യം രണ്ടാമത്തെ റൗണ്ടാണ്. അത് ബീനയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. റൈറ്റ്, 95 thesis എന്ന് പറയുന്നത് എന്താണ്? ജോൺ വിക്ലിഫ് റോമൻ കത്തോലിക്ക സഭയ്ക്ക്. -1 mark for Bina Joseph. മാർട്ടിൻ ലൂഥർ. When I took the bill, that's it. -1 mark for you. Yes, Mr. Roshi. പാസ്. Pass. മാർട്ടിൻ ലൂതർ മാർട്ടിൻ ലൂതർ കാത്തലിക് ആണ്. സഭയിൽ നിന്ന് എന്ത് പറയും? കാത്തലിക്സിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റിലേക്ക് വരുമ്പോൾ ഏത് തീരുമാനങ്ങൾ? അതൊക്കെ ശരിയാണ്. അതെല്ലാവർക്കും നമുക്കറിയാം. പുള്ളി കാത്തലിക്കാണ്. എന്താ വാട്ട് ഇസ് ഇറ്റ്? 95 thesis എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അദ്ദേഹം കാത്തലിക്കാണ്. മാർട്ടിൻ ലൂതർ പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അതൊക്കെ സമ്മതിക്കുന്നു. മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് 95 thesis? അവകാശ പ്രഖ്യാപനം. സോ ബീന ജോസഫ് ഗെറ്റ് -1 mark. മാർക്ക് ചെയ്തോ? ജോളി ജയകുമാർ ഗെറ്റ്സ് -1 mark. ആൻഡ് ദെൻ റോഷി മറുപടി പറഞ്ഞില്ലല്ലോ. 95 thesis എന്ന് പറയുമ്പോൾ കത്തോലിക്ക പുരോഹിതനായ മാർട്ടിൻ ലൂതർ കത്തോലിക്ക സഭയിൽ നടമാടിക്കൊണ്ടിരുന്ന അനേകമായ കാര്യങ്ങൾ, ഉദാഹരണത്തിനായിട്ട് ഓരോ പാപപരിഹാരത്തിനായിട്ട് പണം കൊടുത്താൽ പാപപരിഹാരം നടക്കും. ഒരുത്തനെ കുത്തിക്കൊന്നിട്ട് $1000 കൊടുത്താൽ പാപം ക്ഷമിക്കും. വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞാൽ 500 കൊടുത്താൽ അതൊക്കെ ക്ഷമിക്കും. ഇങ്ങനെ ഉള്ള അനേകമായ ദുരുപദേശങ്ങൾ കത്തോലിക്ക സഭയിൽ വന്നപ്പോൾ അതിനെതിരായിട്ട് അദ്ദേഹം വലിയൊരു പ്രബന്ധമുണ്ടാക്കി. എന്നിട്ട് 1517 ഒക്ടോബർ 31 ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിൻ്റെ കഥയിൽ ഇത് ആണി അടിച്ച് തറച്ചു. അതാണ് 95 thesis. മനസ്സിലായോ? അറിഞ്ഞിരിക്കണം. കാരണം കത്തോലിക്ക സഭയിൽ നവീകരണം ഉണ്ടാക്കിയ പ്രൊട്ടസ്റ്റന്റിസം എന്ന് പറഞ്ഞിട്ട് പ്രൊട്ടസ്റ്റന്റ് എന്നൊരു വിഭാഗം ഉണ്ടാകാനുള്ള കാരണം ഈ മാർട്ടിൻ ലൂതറിൻ്റെ പ്രവർത്തനമാണ്. അന്ന് വരെ നടമാടിക്കൊണ്ടിരുന്ന അനേകമായിട്ടുള്ള ഇപ്രകാരമുള്ള കാര്യങ്ങളെ പൊളിച്ചെഴുതുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ആ മൂവ്മെൻറ്റ് കഴിഞ്ഞു. റെഡി? റൈറ്റ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരോടാണ്? റോഷനോടാണ്. ഓ, ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. രണ്ടാമത് വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്നത് എന്താണ്? അതിനെപ്പറ്റി വിശദീകരിക്കുക. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ. പാസ്. പാസ്സാണ്. ബീന? പാസ്. ഇതൊക്കെ നിങ്ങളൊരു ബൈബിളിസ്റ്റുടെ കാതലായ ചരിത്രത്തിലെ ഭാഗങ്ങളാണ്. അത് നമ്മളെപ്പോഴായാലും മനസ്സിലാക്കണം. റൈറ്റ്. വാട്ട് ഈസ് ദ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ? 1962 മുതൽ 1965 വരെ നടത്തപ്പെട്ട കത്തോലിക്ക സഭയുടെ 21ാമത് എക്യുമെനിക്കൽ കൗൺസിലായിരുന്നു. സഭയുടെ നവീകരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പരിശുദ്ധരായ പോപ്പ് ജോൺ 23 വിളിച്ചുകൂട്ടി 2500 ബിഷപ്പും ആയിരക്കണക്കിന് ആളുകളും പങ്കെടുത്ത ആ വലിയ സമ്മേളനമായിരുന്നു രണ്ടാമത് വത്തിക്കാൻ കൗൺസിൽ. കത്തോലിക്ക സഭയിൽ ഒരുപാട് നവീകരണത്തിൻ്റെതായിട്ടുള്ള പ്രശ്നം ഉണ്ടായത് അത് കഴിഞ്ഞ ശേഷം. റൈറ്റ്. ആൻഡ് നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ജോളി, ക്രൈസ്തവ വിശ്വാസം തൃത്വത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അടിസ്ഥാനമിട്ട വിശ്വാസ പ്രമാണം ഏത് വർഷമാണ് പ്രഖ്യാപിച്ചത്? എന്താണ്? ഞാൻ വളരെ എളുപ്പമാണെന്ന് വിചാരിച്ച ചോദ്യമാണ് ജോലിക്ക്. യെസ് റോഷി. നിക്യ സുന്നഹദോസ് AD 325. എക്സാക്ട്ലി. എല്ലാ ക്രൈസ്തവ സഭകളും, എനിക്കറിയാം പെന്തക്കോസ്ത് സഭകളുണ്ടോന്ന്,
മറ്റെല്ലാ സഭകളും അവരുടെ ആരാധന ഇത് പ്രഖ്യാപിക്കും. തൃത്വത്തെ അടിസ്ഥാനമായിക്കൊണ്ട് ത്രിയേക ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ്. നമ്മുടെ എല്ലാ അപ്പോസ്തലിക സഭകളും അതപ്പോൾ അവിടെ അച്ചടി പ്രാർത്ഥനകളാണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രാർത്ഥനയിൽ പേഴ്സണൽ പ്രാർത്ഥന ഇത് പറയേണ്ട കാര്യം ഞങ്ങൾ 350 പ്രഖ്യാപിച്ച നിക്കിയ സുഡോസ് പ്രഖ്യാപിച്ച കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നു പറയത്തില്ല. പക്ഷേ ആരാധനകൾ അങ്ങനെ അച്ചടിച്ച് ക്രമീകരിച്ച് എടുക്കുന്നിടത്തൊക്കെയും അതിന് ഒരു അവസരമുണ്ട്. അവിടെ പറയും ഞങ്ങൾ നിക്കിയ പ്രഖ്യാപിച്ച് ഇതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതോ ത്രിയേക ദൈവം. റൈറ്റ്? സോ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. സോ യു ഗെറ്റ് 4 marks for that. റൈറ്റ്? 4 മാർക്ക് റോഷി തോമസിന്. So that brings us to the close of the Christian history round. Mrs. Leena, will you please give the final marks for the Christian history round? Jolly Jaykumar at 1 mark. Jolly Jaykumar gets 1 mark. Roshi Thomas at 9.5 marks. Roshi Thomas gets 9.5 marks. And Beena Joseph at minus 1.5 marks. Beena Joseph has minus 1.5 marks. നിങ്ങൾ ക്രിസ്ത്യൻ ക്രൗഡിൻ്റെ വളരെ അടുത്തെത്തിയിരിക്കുന്നു. എന്നാൽ വിജയികളെ പ്രഖ്യാപിക്കുന്നത് ഇത് കഴിഞ്ഞുള്ള ഒരു സമ്മേളനത്തിലാണ്. അതുകൊണ്ട് അല്പനിമിഷങ്ങൾക്കാവും അത് നടക്കുന്നതാണ്. അതുവരെയും ക്ഷമാപൂർവ്വം നിങ്ങൾ കാത്തിരിക്കണം. ഇത് കാണേണ്ടവരൊക്കെ അടുത്ത് വന്ന് തൊഴുകയും നോക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാവകാശം പ്രേക്ഷകർക്കും അതോടൊപ്പം മത്സരാർത്ഥികൾക്കും ഉണ്ട്. ഞാൻ ആ ക്രൗഡ് അതുകൊണ്ട് ഇവിടെ എടുത്തു വെക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ ഈ മത്സരത്തിൽ സൂക്ഷിച്ചു. നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. വൻകൃപയാൽ എന്നെ ഇന്നയോളം കാത്ത, വൻകൃപയാൽ എന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഞങ്ങളവിടെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ഈ ശുശ്രൂഷ ആരംഭിച്ച ആ ദിവസം മുതൽ ഈ നാഴി വരെയും അവിടുന്ന് ഞങ്ങളെ ഉള്ളംകൈയിൽ പരിപാലിച്ച് വഴി നടത്തിയ എല്ലാ ദയക്കായിട്ടും സ്തോത്രം. അനേകമായ പ്രതിസന്ധികളുടെ നടുവിൽ അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് നടത്തിയ അവിടുത്തെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ കർത്താവെ ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 മത്സരത്തിൽ വന്ന് പങ്കെടുത്ത എല്ലാ സഹോദരങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. പുതിയ അനുഭവങ്ങളുമായിട്ട് അവിടുത്തെ സാക്ഷികളായി തീരുവാൻ, അവിടുത്തെ വചനത്തിൻ്റെ വാക്താക്കളായി തീരുവാൻ, അവിടുത്തെ നാമോത്തിനായിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഈ എളിയ ശുശ്രൂഷ മുഖാന്തരമായി തീരണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ബന്ധപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്ത എല്ലാ മക്കളെയും ഇതിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഇവിടെ കടന്നു വരികയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്ത, ഇതിനെല്ലാ വിധത്തിലുള്ള സഹായ സഹകരണം ചെയ്ത എല്ലാ നിൻ്റെ മക്കളെയും നിൻ്റെ ഓമന കരങ്ങൾ സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ക്രൂവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ രാപകമില്ലാതെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിലൊക്കെയും സഹകരിച്ച് അവിടുത്തെ എല്ലാ വാത്സല്യങ്ങൾക്കായിട്ട് സ്തോത്രം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഫലമേൽപ്പിച്ച ശുശ്രൂഷ ഇത്രത്തോളം പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങനെ കൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മ നിയോഗത്താൽ ഇത്രത്തോളം പ്രവർത്തിപ്പാൻ തക്കവണ്ണം അടിയൻ്റെ ആയുസ്സിൽ ഒരിക്കൽ കൂടി ഒരു അവസരം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ടുള്ളതിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കൂടുതലായി അങ്ങേക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും സഹായിക്കണമേ. നിൻ്റെ നാമം അതിലൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം കൃപയാൽ സഹായിക്കണമേ. സഭാവ്യത്യാസമില്ലാതെ അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാനും അവിടുത്തെ വചനത്തിൻ്റെ മഹത്വം ലോകത്തോട് വിളംബരം ചെയ്യുവാനും ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അവിടുന്ന് കൂടുതലായി സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്വയം പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധം സഹാസം ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും വരും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.